അസ്സലാമലൈക്കും. രാവിലെ തന്നെ കിടക്കപ്പായെന്ന് ചോദിച്ചപ്പോൾ അക്കറിൻ്റെ 5-6 മിസ് കോളാണ് കാണുന്നത്. എന്താണ് അവൻ ഹലാക്കിച്ചിട്ട് വിളിച്ചു നോക്കിയപ്പോൾ നീച്ച് പോയ വേഗം കക്കം പിടിക്കാൻ പോകണം. എന്നാൽ എന്തായാലും വേണ്ടിയില്ല ഒലപ്പാണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ എത്തിയേക്കപ്പോൾ എല്ലാവരും വന്നിട്ട് അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കണ്ട് കക്കം പിടിക്കാൻ ഇറങ്ങി. ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോണ പോക്കിൽ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ അക്കറ് കുത്തി വഞ്ചി പോകുന്നുണ്ട്. ആ നീലക്കുപ്പായിട്ടിരിക്കണോ വേണ്ടിയിട്ടാണ് ഓനെ ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കയറിയിരുന്നാണ്. ഞാനും അങ്ങനെ തന്നെ. ഞാനും വല്ലാതെ വഞ്ചി പോക്കൊന്നുമില്ല. ഞാൻ പോലൊക്കെ കൂടെ ഉള്ള അതിൽ കയറി കുത്തിയിരുന്നാണ്. നമ്മളീ കരക്കിരുന്ന് പിടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും ഇനി ബാക്കിയുള്ള കയറി സംസാരിക്കും. ഇത് അക്രവാവ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഇവിടെ ഒരാള് മുങ്ങിപ്പൊന്തിരുണ്ട്. പക്ഷെ എന്തിനാന്ന് ഞങ്ങൾ പറയില്ല. സമീറാണ് ഇപ്പൊ വഞ്ചി തൊഴഞ്ഞ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ 7 ആള് അടങ്ങുന്ന വഞ്ചി. എല്ലാവരും കർമ്മ എന്ന് പറഞ്ഞ് ഓടുമ്പോൾ ഈ ഒരു സ്ഥലം, ഈ സ്പോട്ട് ആർക്കും അറിയില്ല. ഈ സ്പോട്ടിലേക്ക് ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ എപ്പോഴും വരാൻ തോന്നും. എന്താണെന്ന് വെച്ചാൽ നല്ല ആസ്വദിച്ചിരിക്കാം അല്ലേ. എല്ലാം കൂടെ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ പോവാണ്. ചമ്പ്രവട്ടം പാലാണ്ട ഗേൾസ് അത് കാണുന്നത്. അല്ല, അത് ഞാൻ മാറ്റി പിടിച്ചേ. ചമ്പ്രവട്ടം പാല് ഞങ്ങൾ മാറ്റി പിടിച്ച് ഇങ്ങനെ പോയിട്ടാ. ഇതാണ് ആമ്പൽപ്പൂവിന്റെ കുഞ്ഞ്. ഇതല്ലേ ആമ്പൽപ്പൂവിന്റെ കുഞ്ഞാണിത്. ഈ കാക്ക നമ്മളെ നല്ല നോക്കും. മൂപ്പര് നമ്മള് നല്ല പ്രത്യേകം എടുക്കും. ഇപ്പൊ ഞങ്ങള് കഴുക്കോല് നസീബിന് കൈമാറിയിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോയിൻ്റെ സെൻറ്ററിലെത്തി. ഒരു 3.5 ആൾക്ക് വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു 3.5 ആളെന്നൊക്കെ പറയുമ്പോൾ ഒരു ഏകദേശം നസീബിൻ്റെ അത്ര പോകുന്ന ഒരു 3.5 ആൾക്ക് അല്ലേ, അത് വരും അത്ര. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. കാത്തിരിക്കുക. ഓക്കേ.